ഹായ് ഡിയേഴ്സ്, നമ്മളപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ ഈ വീഡിയോ ഇട്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. കൊടുങ്ങല്ലൂർ ഭരണിയാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഈ ഭരണിപ്പാട്ടൊന്ന് കേട്ടു നോക്ക്. ഇതിൻ്റെ മറുപടി ഞാൻ വേറെ തരാം. അവർ വളരെ ഹാപ്പി ആയിട്ട് കോല് കൂട്ടിക്കൊണ്ടാട്ടോ പാടിപ്പോണത്. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ പറയാം. കുറേ നാൾ മുമ്പേ ഞാൻ ഗ്രൂപ്പിലൊക്കെ നമ്മളുടെ യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ കുറച്ച് പേര് ചോദിക്കും നാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് പറയും. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടേ, ഭരണിപ്പാട്ടിൻ്റെ നാടല്ലേന്ന്. അത് നല്ല സ്വീറ്റ് ഗാനമൊന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് ചീത്ത വിളിക്കുന്ന അത് ഇവരുടെ ആചാരമായിട്ടൊരു ബന്ധമുണ്ട്. അത് അമ്മയുള്ള സമയത്ത്, കൊടുങ്ങല്ലൂർ അമ്മയുള്ള സമയത്ത് വടക്ക് രാജ്യങ്ങളിൽ നിന്ന് കുറേ പേര് വന്നിട്ട് മോശം ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് അവരെ ഉപദ്രവവും കാര്യങ്ങളും നാട്ടുകാർക്ക് ഉണ്ടായപ്പോൾ, ശല്യങ്ങളുണ്ടായപ്പോൾ അമ്മ ചീത്ത വിളിച്ച് ഓടിച്ചു എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. നമുക്കത്രേ അറിയുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ മെയിൻ അമ്പലത്തിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു അമ്പലത്തിലേക്ക്, ഇവിടെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, അവിടേക്ക് ഇവർ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിലൂടെ. അപ്പോൾ ഈ അമ്മമാർ എല്ലാവരും ഉണ്ട്. എന്നാലും ഇത് തല പൊട്ടിങ്ങനെ ചോരിങ്ങനെ ഒഴുകുമ്പോൾ ഇവർക്ക് ഇതിലൊക്കെ അതുണ്ട്. പക്ഷെ ഞാനത് ഫോക്കസ് ചെയ്ത് എടുക്കാണ്ട് മോട്ട് കൂടെ ഇങ്ങനെ ബ്ലഡ് ഒഴുകും. ഇവരിത് തുള്ളിയിട്ട് നോയമ്പെടുത്ത് വന്നിട്ട് തുള്ളിയിട്ട് ഇവർ തലയ്ക്ക് വെട്ട് ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ ബ്ലഡ് വരുമ്പോൾ ഇതാവും. അമ്മ എത്ര ഹാപ്പി ആയിട്ടാണ് പോണേന്ന് നോക്കി. അപ്പോൾ ഇതേപോലെയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ആചാരങ്ങൾ. ഞാൻ ഒരുപാട് ജനിച്ച് വളർന്ന നാടാണെങ്കിലും ഒരുപാട് ഭരണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഞാൻ ഈ സംഭവം എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കാണുകയാണ്. അതുപോലെ ഭരണിപ്പാട്ട് പണ്ടൊക്കെ മോശം വേർഡ്സ് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പം കാലം മാറി, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കേട്ടല്ലോ, സംശയം തീർന്നല്ലോ. ഭരണിപ്പാട്ട് എന്താണെന്നുള്ളത് സംശയം തീർന്നു. പിന്നെ കേസറ്റുകളിലൊക്കെ പണ്ടൊക്കെ മണിപാടിയ പാട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല. ദേവിയെ പ്രകൃതിച്ചുകൊണ്ടാണ് അവർ പാട്ട് പാടി പോണത്. മോശം വേർഡ്സ് പറയുന്നവരും ഉണ്ട്, നമ്മളത് ചോദിക്കൊള്ളാറില്ല. എന്നിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിലെന്തെങ്കിലും കൂടുതൽ അറിവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വേറെ കാഴ്ചകളുമായിട്ട് ഇനിയും വരുന്നവരെ ടാറ്റാ.